വയനാട് മണ്ഡലത്തിൽ വ്യാജ വോട്ടെന്ന ബി.ജെ.പി. ആരോപണം തള്ളി പ്രദേശവാസികൾ. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഒരേ വിലാസത്തിൽ വോട്ടുണ്ടെന്നായിരുന്നു ബി.ജെ.പി. നേതാവ് അനുരാഗ് താക്കൂറിന്റെ ആരോപണം. വാർത്താ സമ്മേളനത്തിൽ പേരെടുത്ത് പറഞ്ഞ കൽപ്പറ്റയിലെ മറിയവും വള്ളിയമ്മയും 2 വീടുകളിൽ താമസിക്കുന്നവരാണ്. ആ പ്രദേശവാസികളുടെ വാക്കുകളിലേക്ക്. മറിയം എന്ന് പറയുന്നത് മേലെവരുതൂരിലാണ്. ഞങ്ങൾക്ക് ഇവരെ കൂടെ നേരത്തെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൗണ്ടേരി എന്ന് അറിയപ്പെടുന്ന പ്രദേശത്തിൻ്റെ പേര് വെച്ചും കൊണ്ട് അന്ന് വീട്ടുപേരുകൾ നൽകാൻ കഴിയാത്തതിനാൽ ചൗണ്ടേരി എന്ന പ്രദേശത്തിലാണ് നമ്മളോട് അറിയപ്പെട്ടിരുന്നത്. അമ്മയുടെ വീട്ടുപേരെന്താ ശരിക്കും? വീട്ടുപേര് ചാലിയത്ത്. ചൗദേരി എന്നറിയുന്നത് നാടാ. ഈ പ്രദേശത്തിനാണ് ഈ ചൗദേരി എന്ന് വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. അതിപ്പോ ഈ വള്ളിയമ്മയെ അറിയോ? വല്യമ്മനെ അങ്ങനെ അറിയൂ, എല്ലാരെയും കാണില്ല, അതേപോലെ വല്യമ്മനെയും കാണും. ഇപ്പൊ നിങ്ങളൊരു നാട്ടുകാരാണ്? നാട്ടുകാർ തന്നെ. ഒരു താഴെ വീട്ട്, ഞാൻ മേലെ. അങ്ങനെ ഒരു വീട്ടിൽ ഇതുവരെ താമസിച്ചിട്ടില്ല അല്ലേ? പക്ഷേ ഈ പറയുന്ന വീട്ടുപേര് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരാണ്. അത് പണ്ടേ ഉള്ള പേരാണ്. അപ്പോൾ ഇവിടെ വന്ന ആളുകൾ മുഴുവൻ വീട്ടുപേരായി ഉപയോഗിക്കുന്നത് ചൗണ്ടേരി എന്നും ചൗണ്ടേരി കുന്ന് എന്നുള്ളതുമാണ്. അതൊരു പഴയ അമ്പലവുമായി ബന്ധപ്പെട്ടാണ്. ചാമുണ്ടേശ്വരി എന്ന് പറയുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നും അത് തകർക്കപ്പെട്ടതാണ് എന്നും അതിൻ്റെ ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പേരൊക്കെയാണ്. ഞങ്ങളത് വളരെ പ്രൗഡായിട്ട് ഉപയോഗിക്കുന്ന പേരാണ്. അപ്പോൾ അനുരാഗ് ഠാക്കൂറിന് ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ 3-4 പേര് അങ്ങനെ അറിയപ്പെടും: പാടിക്കര, പൊന്നങ്കര, കീരിപ്പറ്റ. ഇനി നാളെ അത് പറയരുത് അവരൊക്കെ ഒരു വീട്ടിലാണ് എന്നുള്ളത്. കാരണം ആ വീടും ഇതേപോലെ തന്നെയാണ്. ആ പ്രദേശത്തെ എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് ആ പേരാണ്. അല്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ ഒരു വീട്ടിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ വോട്ട് ചേർക്കുകയൊന്നുമല്ല ഇവിടെ ചെയ്തത്. ഇവരൊക്കെ താമസിക്കുന്നത് സ്വന്തം വീടുകളിലാണ്. ഇവരുടെയൊക്കെ വീട് പേര് ഒരു നാടിൻ്റെ പേരാണ് എന്നുള്ള, ആ നാടിൻ്റെ പേര് ചൗണ്ടേരി എന്നാണ് എന്നുള്ളത്. അതിലങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ലിനറ്റ് വർഗീസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ലിനറ്റ്, വലിയ കാര്യമായി ഉന്നയിച്ചൊരു ആരോപണമായിരുന്നു, പക്ഷെ അതൊക്കെ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് കണ്ടത്. ലിനറ്റ് അവരോടൊക്കെ നേരിട്ട് സംസാരിച്ചതാണ്, അവരിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്? നമ്മൾ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കി, പക്ഷേ ആ വാദങ്ങളെയൊക്കെ പാടെ തള്ളിക്കൊണ്ടുള്ള വാക്കുകൾ അല്ലേ ലിനറ്റ്? തീർച്ചയായും സംഗീത പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ ചൗണ്ടേരി എന്ന് പറയുന്നത് ഒരു വീട്ടുപേരല്ല, മറിച്ച് അതൊരു പ്രദേശത്തിൻ്റെ പേരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ ചാമുണ്ടേശ്വരി കുന്ന് എന്ന് പറയുന്ന സ്ഥലം പിന്നീട് ചൗഡേരി എന്ന പേരിലേക്ക് മാറുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ ബി.ജെ.പി. നേതാവിൻ്റെ അനുരാഗ് ഠാക്കൂറിൻ്റെ ആരോപണം, ഈ 4000-ഓളം വരുന്ന വോട്ടർമാർ ഒരേ വീട്ടിൽ, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു നാട് തന്നെ ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അവിടെ ഇത്രയും ആളുകൾ തന്നെ ഈ ഒരു വീട്ടുപേരിൽ തന്നെയാണ് തുടരുന്നതെന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഇതിനകത്ത് 2 അമ്മമാരുടെ പേരാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വള്ളിയമ്മയും അതോടൊപ്പം മറിയമും, ഈ 2 പേരോട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. 2 വീട്ടുകാരും നമ്മളോട് സംസാരിച്ചിരുന്നു. അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഇന്നേ വരെ ഒരു വീട്ടിൽ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അവർ നല്ല നാട്ടുകാരായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതുമാത്രമല്ല, ഈ 2 പേരല്ല, മറിച്ച് 40ഓളം വരുന്ന ആളുകളുടെ വീട്ടുപേര് എന്ന് പറയുന്ന ഈ ചൗഡേരി എന്ന് തന്നെയാണ്. ആദ്യകാലങ്ങളിൽ ഈ ഒരു നാടിനെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് വീട്ടുപേരൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ ഇവരുടെ അഡ്രസ്സായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുകയാണ് ഈ വോട്ടർ ലിസ്റ്റിലെ ആരും തന്നെ ഇത്തരത്തിൽ ഒരേ വീട്ടിൽ നിന്ന് വന്ന് വോട്ട് ചെയ്തവരാണെന്ന് പറഞ്ഞതിൽ നമുക്ക് അതിശയോക്തിയൊന്നും വരാനില്ല. കാരണം ഇത്രയും ആളുകൾ തന്നെ ഈ നാട്ടിൽ ഒരേ വീട്ടുപേരിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഈ 2 അമ്മമാരുടെ പ്രായവും നമുക്ക് വ്യക്തമാണ്. 2 പേർക്കും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നും കഴമ്പില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ലിനറ്റാണ് വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.